ഇതിൻ്റെ അകത്ത് 5 മിനിറ്റ് നമ്മൾ നിൽക്കുമ്പം തന്നെ നമുക്ക് തന്നെ നിൽക്കാൻ പറ്റുന്നില്ല. അതുപോലത്തെ ചൂടാണ്. നിങ്ങൾ വിചാരിക്കും ഞാനിത് എവിടെ നിന്നിട്ടാണ് പറയുന്നതെന്ന്. ഇപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇത് കണ്ടോ, ഒരു അടക്കാക്കളത്തിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഇതിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഇത് നമ്മൾ വീടിന് മുകളിൽ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് എങ്ങനെ ചെയ്തു, ഇതിൻ്റെ ഡീറ്റെയിൽസ്, കാര്യങ്ങൾ, ചിലവുകൾ, പിന്നെ ഇതെങ്ങനെ ഉപകാരപ്പെടുന്നു, എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം അടക്ക ഉണങ്ങലാണ് മെയിൻ ദുരിതം. കാരണം ഇന്നത്തെ കാലാവസ്ഥയ്ക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും മഴ, വേനൽ മഴ പെയ്യുന്നു, പിന്നെ മറ്റ് സംഭവങ്ങൾ ഏത് സമയത്തും മഴയാണ്. അപ്പോൾ ഈ അടക്ക ഉണങ്ങിയെടുക്കൽ ഒരു ദുരിതമായി മാറാറുണ്ട്. അപ്പം ആദ്യം ഒക്കെ പെട്ടെന്ന് ഉണങ്ങുമായിരുന്നു. പിന്നീട് മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക് ഇത് വാരി വെക്കണം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്കും പിന്നെ അടക്കയുടെ കളറ് കാര്യങ്ങളൊക്കെ ഫെയ്ഡാകാതിരിക്കാനൊക്കെ ഉപകാരപ്പെടുന്നൊരു സംഭവമാണ്. അപ്പം ഇപ്രാവശ്യം നമ്മൾ ചെയ്തിരിക്കുന്നത് വീടിൻ്റെ മുകളിലാണ്. അതായത് മുറ്റത്ത് ഒന്നും സ്ഥലം ഉണങ്ങാൻ ഇല്ലാത്തവർക്കും പിന്നെ വെയിൽ കുറവുള്ളവർക്ക് പിന്നെ ഫുള്ള് ചപ്പ് ചവറൊക്കെ, അതായത് ചപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, വീടിന് അടുത്തൊക്കെ കവുങ്ങും തോട്ടത്തൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ ആക്കൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മൾ വീടിൻ്റെ മുകളിലാണ് ഇപ്രാവശ്യം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 500 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ നമ്മൾ ഒരു വെട്ടുകല്ല് വെച്ച് കെട്ടിയിട്ട് വെള്ളം കയറാത്ത രീതിയിൽ റെഡിയാക്കി എടുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ സൈഡിൽ നമ്മൾ തേച്ച് കൊടുക്കും. ഇത് പൈപ്പ് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തേച്ച് കൊടുക്കാനുള്ള പരിപാടിയാണ്. അപ്പം ഏകദേശം ഒരു 500 സ്ക്വയർ ഫീറ്റാണ് നമ്മൾ ഇതുള്ളത്, ഈ വർക്കുള്ളത്. നമ്മൾ ഇപ്രാവശ്യം വർക്ക് ചെയ്യുന്ന ആർച്ച് ടൈപ്പിലാണ്. പിന്നെ ഇതിന് മുന്നേ നമ്മളൊരു എ ഷേപ്പ് ചെയ്ത വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ അടക്ക ഉണങ്ങാനല്ല, ഈ പൊളി ഷീറ്റ് വെച്ചിട്ട്. അപ്പം ഇതിന് മെയിനായിട്ട് നമ്മൾ പിന്നെ ആർച്ച് വളച്ച് റെഡിയാക്കിയത്. ഇത് നമ്മൾ വളച്ചല്ല, ഇത് മെഷീനിൽ വളച്ച് നമ്മൾ കൊണ്ടുവന്നതാണ്. അത് ഏകദേശം ഒരു 1.5 പൈപ്പിൻ്റെ റൗണ്ട് ഉണ്ട്. ഒരു പൈപ്പ് ഫുള്ളും പിന്നെ ഒരു 1/2 പൈപ്പിൻ്റെ ലെങ്തും, അത്രയും ഉള്ളൊരു ആർച്ചാണ്. അപ്പോൾ ആ ആർച്ചിന് നമ്മൾ 1.25 പൈപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം പിന്നെ നല്ല സാധാ റൗണ്ട് ആർച്ച് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് പണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റൗണ്ട് പിന്നെ തീരെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ വെള്ളം പിന്നെ ഉള്ളിലിത് നീരാവി പോലെ വെള്ളം പിടിച്ചിട്ട് തുള്ളി താഴോട്ട് ഉറ്റാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ആർച്ച് ഒട്ടും കുറയ്ക്കാതെ തന്നെ പരമാവധി ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ആർച്ചുകൾ തമ്മിലുള്ള അകലം ഏകദേശം ഒരു 3 അടി ഗ്യാപ്പിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഏറ്റവും ടോപ്പിൽ കൂടി ഒരു പൈപ്പ് ഫുൾ നീളത്തിൽ ഓടിച്ചിട്ടുണ്ട്. പിന്നെ 2 ബന്ധം, അത് ബന്ധം ഇടക്ക് മുറിച്ചിട്ടല്ല വെച്ചിട്ടുണ്ട്. നമ്മളൊരു മൊത്തത്തിൽ അതിൻ്റെ ആ ഒരു ഷേപ്പിൽ നിന്ന്, അതായത് വളച്ചതാണെങ്കിൽ മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിക്കഴിഞ്ഞാൽ വളഞ്ഞു പോകാതിരിക്കാൻ 2 ബന്ധം പോലെ 2 പൈപ്പും കൂടി ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ അത്ര മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അധികം ക്രോസുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ വെള്ളം ഒഴുകി പോകുമ്പോൾ തടയാനുള്ള സാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇതിന് മേലെ കയറുമ്പോൾ ഇതിന് അത്യാവശ്യം നല്ല ഉണ്ടാവും. പുറം സൈഡ് ഫുള്ളും മരമാണ്. ഈ മരത്തിൻ്റെ മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടക്കയും ഒക്കെയാണ്. അപ്പോൾ എവിടെയും ഒരു സംഭവമാക്കാനുള്ള സ്ഥലമില്ല. അതുകൊണ്ടാണ് നമ്മളിതിനെ വീടിൻ്റെ മുകളിൽ തന്നെ തിരഞ്ഞെടുത്തത്. വീടിൻ്റെ മുകളിൽ തിരഞ്ഞെടുക്കുമ്പോൾ ആകെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം ഒഴുകി ഇതിൻ്റെ ഉള്ളിൽ കയറാതിരിക്കാനുള്ള സംഭവം ചെയ്യണം എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ബാക്കി വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കാരണം പിന്നെ ഇതിൻ്റെ മുകളിലൊരു പ്ലാസ്റ്റിക് ടാർപ്പാൻ കൂടി വിരിച്ചിട്ടാണ് നമ്മൾ ഇതിനെ അടക്കിയിടുക. അപ്പോൾ പിന്നെ ലീക്കിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം ഇതിന് നമ്മൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇതിനൊരു ഡോറും കൂടി സെറ്റ് ചെയ്യാനുള്ള പരിപാടിയുണ്ട്. പിന്നെ ഡോറ് സെറ്റ് ചെയ്യൽ ഇച്ചിരി റിസ്ക്കാണ്. കാരണം പിന്നെ ഷീറ്റിന് ഒന്നും ചെയ്യാനും പറ്റില്ല. കാരണം ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ വെള്ളം ഉള്ളിൽ കയറാൻ പാടില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അങ്ങനെ ഒരു സംഭവത്തിൽ നമ്മൾ ഡോറും കൂടി ഇതിൻ്റെ അകത്ത് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം ഫുള്ള് ആർച്ചെല്ലാം സെറ്റ് ചെയ്ത് ഫുള്ള് റെഡിയാക്കി എടുത്ത് കഴിഞ്ഞിട്ട് ഇനി ഫുൾ വെൽഡിങ് ഉണ്ട്. എല്ലാം സ്പോട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഫുൾ വെൽഡിങ്ങും കൂടി കാര്യങ്ങളൊക്കെ ഉണ്ട്. വെൽഡിങ് എല്ലാം മൊത്തം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിനി മൊത്തം പെയിൻറ്റിങ്ങിൻ്റെ പണി മൊത്തം പിന്നെ വെൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ്. കാരണം ആർച്ച് ഷേപ്പിലുള്ള പൈപ്പിൽ ആദ്യം തന്നെ പെയിൻറ്റ് അടിച്ചെടുക്കലൊക്കെ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് നമ്മൾ രണ്ടാമതാണ് ഫുള്ള് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതിൻ്റെ സെൻറ്റർ കൊണ്ട് ഹൈറ്റ് ഏകദേശം ഒരു 8.5 അടി ഹൈറ്റോളം വരുന്നുണ്ട്. 8.5 അടി 9 അടി താഴെയുള്ളൊരു ഹൈറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സുഖമായിട്ട് ഇതിനെ ഉള്ളിൽ കൂടെ നടക്കാനുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. വീടിൻ്റെ മുകളിൽ പണിയുന്നതുകൊണ്ട് തന്നെ മറ്റൊരു ഉപയോഗം കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ഈ അടക്കയൊക്കെ ഉണങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റോർ പോലെ ഒരു വീടിൻ്റെ മുകളിലൊരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ അടക്കയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. അതൊരു പിന്നെ ഷീറ്റിട്ടൊരു സംഭവം ലോക്ക് ചെയ്തെടുക്കണം. അത് അടവൊക്കെ ആക്കിയിട്ടൊരു സംഭവം ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ കൂടി ഒരു സ്പേസ് ഇതിൻ്റെ മേലെ ആകുമ്പോൾ കിട്ടും. അതായത് ഏതായാലും അടക്ക എല്ലാം മേലെ കയറ്റി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഉപകാരം കിട്ടും. ഇതുപോലെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇതുപോലെ അടക്ക സംഭവം ഉണങ്ങാൻ വേണ്ടി വീടിന് പുറത്തൊക്കെ ചെയ്തവർ ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷേ വീടിന് മുകളിൽ ചെയ്തവർ ഞാൻ കുറേ അന്വേഷിച്ചു. പക്ഷേ ആരും അങ്ങനെ ചെയ്തതായിട്ട് അങ്ങനെ നമ്മൾ ഈ ഏരിയയിലൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ ഇത് ചെയ്തുകൊണ്ട് കിട്ടിയ ഉപകാരങ്ങളും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം. നമ്മൾ ആദ്യം തന്നെ ഫുള്ള് സ്ട്രക്ചറെല്ലാം ശരിയാക്കി കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പെയിൻറ്റിങ് കൂടി അടിച്ചിട്ട് നമ്മൾ ഇവർക്ക് വേണ്ടി അത് സൈഡ് കട്ടയൊന്ന് തേക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് തേക്കുന്നില്ല, അടിവശം ഒന്ന് റെഡിയാക്കി എടുക്കണം. കാരണം ഉള്ളിലോട്ട് വെള്ളം ഒഴുകി വരാനുള്ള സാധ്യതകൾ വളരെ കുറയ്ക്കണമല്ലോ. കാരണം ഒഴുകി വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ. അപ്പം അങ്ങനെ ഒരു തേക്കാൻ കൂടി കൊടുത്തിട്ട് നമ്മളതൊന്ന് ബലമാക്കി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷീറ്റ് ഇടാൻ വേണ്ടി വരിക. നമ്മൾ അതെല്ലാം റെഡിയാക്കി കൊടുത്തു വന്നപ്പോഴത്തേക്ക് അടിവശമൊക്കെ അവർ അടിപൊളിയായിട്ട് തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷീറ്റ് അപ്പോഴത്തേനും വാങ്ങിയിട്ട് വന്നു. അപ്പോൾ ഷീറ്റ് വെക്കുമ്പോൾ നമ്മൾ ഇത് ഒരു കണ്ട ഈ നീല സാധനം, ഈ സാധനം നമ്മൾ പൈപ്പിന് ഫുള്ള് ചുറ്റുന്നുണ്ട്. അത് എന്തിനാണെന്നുള്ളത് പിന്നെ ഇതുണ്ട്, ഇതാണ് സാധനം. ഇത് റോളായിട്ട് വരുന്ന പിന്നെ 4 അടി വീതിയുള്ള റോളായിട്ട് വരുന്ന ഷീറ്റാണ്. പിന്നെ അത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈപ്പ് നല്ലോണം ചൂടാകുമല്ലോ. പൈപ്പ് ചൂടാകുമ്പോൾ ഇതിന് മേലെ ടാർപ്പ ചുറ്റിക്കഴിഞ്ഞാൽ ടാർപ്പ കൊള്ളുന്നിടത്ത് ചൂടായി കഴിഞ്ഞാൽ പൊട്ടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പിന്നെ ഫുള്ള് ചുറ്റുന്നത്. നമ്മൾ ചുറ്റിയിട്ട് പിന്നെ സാധാ പിന്നെ പാക്കിംഗ് ടൈപ്പ് ചൊട്ടിച്ച് വിടുന്നേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു തെർമോക്കോൾ പോലത്തെ ഒരു സാധനം, അപ്പോൾ അതിൻ്റെ ആ ഫുള്ള് ചുറ്റിയിട്ടാണ് നമ്മൾ ഷീറ്റ് ഇടുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ലാസ്റ്റിങ് കിട്ടുന്നതാണ് ഇവരും പറയുന്നത് തന്നെ നമുക്കും കൂടി തോന്നിയ ഒരു ഐഡിയ ആണ്. അപ്പം അങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അപ്പം ചെയ്യുമ്പോൾ അത് പിന്നെ അധികം ചൂടായി നിൽക്കുന്ന പൈപ്പിലോട്ട് മുട്ടുമ്പോൾ എന്തായാലും ഒരു സംഭവം ഉണ്ടാവില്ല. അപ്പോൾ അതിന് മാറ്റാൻ വേണ്ടി അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ടാർപ്പ മുറുക്കാൻ വേണ്ടി ഇത് കണ്ട അലൂമിനിയത്തിൻ്റെ സി ടൈപ്പ് ചാനലാണ്. ആ ചാനലും ഈ ക്ലിപ്പും ഇതും ഈ ടാർപ്പ വാങ്ങുന്ന കടകളിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചിലവൊന്നും നോക്കാണ്ട് നമ്മൾ അതും കൂടി വാങ്ങുന്നുണ്ട്. അത് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പരമാവധി ടൈറ്റ് ചെയ്ത് കിട്ടും. ആ ചാനൽ പിടിപ്പിക്കാൻ വലിയ പണിയൊന്നുമില്ല, കാരണം ഇതിന് സെൽഫ് സ്ക്രൂ സ്റ്റാർ സ്ക്രൂ അടിച്ചിട്ട് പിടിപ്പിക്കുമായിരുന്നു. സെൽഫ് സ്ക്രൂ അടിച്ചിട്ട് പൈപ്പിലോട്ട് 1.25 പൈപ്പിലോട്ട് സ്ക്രൂ ചെയ്തിട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഷീറ്റ് ഇടാൻ വേണ്ടിയുള്ള ലോക്ക് കുറച്ച് ടൈറ്റ് വലിക്കണം എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, ബാക്കി പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ രാവിലെ വന്ന് ഇതെല്ലാം ചെയ്ത് റെഡിയാക്കി. നമ്മൾ വളരെ രാവിലെ വന്നില്ല, ഇപ്രാവശ്യം നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് വന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 12 മണിക്ക് ശേഷം 12-1 മണി അടുപ്പിച്ച് ഷീറ്റ് ഇടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം നല്ല വെയിലത്ത് ഇതുപോലത്തെ ഒരു ഷീറ്റ് ചെയ്യുമ്പോൾ നല്ല വെയിലത്ത് ചെയ്യണം എന്നുള്ളതാണ് പിന്നെ നമ്മുടെ അനുഭവം കൊണ്ടും പിന്നെ പലരോടുള്ള അഭിപ്രായങ്ങളും ചോദിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. കാരണം വെയിലത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഷീറ്റ് വലിക്കാനുള്ള മാക്സിമം വലിഞ്ഞ് കിട്ടും. അതായത് ഇച്ചിരി തണുപ്പിനുള്ള ടൈമിലെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ വെയിലടിക്കുമ്പോഴത്തേക്കും പിന്നെ വീണ്ടും അതൊരു ചുങ്ങി അവസ്ഥ വരും. അപ്പം പരമാവധി ചൂടുള്ള ടൈമിൽ തന്നെ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് വന്നിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ ഷീറ്റെല്ലാം മേലെ കയറ്റിയിട്ടു. ഇനി വലിച്ച് ടൈറ്റാക്കാനുള്ള പരിപാടിയും കൂടി ചെയ്യാണ്ട് ഷീറ്റ് നമ്മൾ കറക്റ്റ് അളവിൽ വെച്ചിട്ട് വലിച്ചെടുത്ത് റെഡിയാക്കണം. പിന്നെ നമ്മൾ മേലെ ചെറിയൊരു ക്രോസ് ബന്ധം കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അവരെ കൂടി ആവശ്യപ്രകാരം നമ്മളൊരു ബലത്തിന് വേണ്ടി കൊടുത്തതാണ്. പക്ഷേ അന്നേരം അവരുടെ ഒരു ആവശ്യപ്രകാരം എന്തെങ്കിലും പിന്നെ ചെറിയ ചെറിയ സാധനങ്ങളുണ്ടല്ലോ, പുളി പോലെയുള്ള കുടംപുളി അങ്ങനെയുള്ള ചെറിയ ചെറിയ എന്തെങ്കിലും സാധനങ്ങളൊക്കെ അതിൻ്റെ മേലെ ഒരു നെറ്റ് പോലെ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മേലെ ഇട്ടിട്ട് സുഖമായിട്ട് ഉണക്കാം. നല്ല ചൂട് കിട്ടുമല്ലോ, അപ്പോൾ അതിൻ്റെ മേലെ വെച്ച് ഉണക്കാൻ കൂടി വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ പിന്നെ ടൈറ്റ് ചെയ്യുന്നത് സ്പ്രിങ് ഇട്ടിട്ട് സിമ്പിളായിട്ട് ടൈറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം വലിക്കുന്നോ അത്രത്തോളം സ്പ്രിങ് ഇടാൻ ബുദ്ധിമുട്ട് കൂടിക്കൊണ്ടിരിക്കും. ഷീറ്റ് വലിക്കുന്നത് താഴെ നല്ല ടൈറ്റിൽ വലിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ വലിച്ചു കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ സ്പ്രിങ് ഇട്ടിട്ട് ഒരാൾ പോകുന്നുണ്ട്. അപ്പോൾ സ്പ്രിങ്ങറിൽ ഭയങ്കര ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിവ് കൂടുന്നതിനനുസരിച്ച് സ്പ്രിങ്ങറിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വലിക്കൊന്നുമില്ല, അങ്ങ് സിമ്പിളായിട്ട് സ്പ്രിങ് ഇടുക. കാരണം ഈ ഷീറ്റിൻ്റെ ഇതും കൂടി കിട്ടുമല്ലോ. ഷീറ്റ് നമ്മൾ ഇപ്രാവശ്യം എടുത്തിരിക്കുന്നത് 200 GSM-ൻ്റെ ഷീറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ കമ്പനി അങ്ങനെ വാറണ്ടിയോ സംഭവങ്ങളൊന്നും പറയില്ല, പക്ഷേ എങ്കിലും പിന്നെ ഒരു 3-4 വർഷമൊക്കെ കിട്ടിയേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എന്താ പറയണ്ടത്, നമ്മളെ കാലാവസ്ഥയാണ് ഭയങ്കര വെയിലൊക്കെ ഇത് ആയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പരമാവധി നമ്മൾ ചൂടൊന്നും പൈപ്പിനൊക്കെ ഷീറ്റൊക്കെ അടിച്ചുകൊണ്ട് പിന്നെ ചൂടാകാതിരിക്കുന്നതൊക്കെ അടിച്ചുകൊണ്ട് പരമാവധി ലാസ്റ്റിങ് കിട്ടും എന്നുള്ള പ്രതീക്ഷയുണ്ട്. അപ്പോൾ എന്തായാലും ഒരു 3 വർഷം ഗ്യാരണ്ടി സംഭവമാണ്. കാരണം ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് അനുഭവമുള്ളപ്പം ഇങ്ങനെയാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഈ സാധനം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മൊത്തത്തിൽ ചിലവ് വന്നിരിക്കുന്നത് 80,000 രൂപയാണ്. അതായത് കട്ടി ഇതിൻ്റെ മേലെ ചെയ്യാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ വന്നിരിക്കുന്ന ചിലവ് ഏകദേശം ഒരു 500 സ്ക്വയർ ഫീറ്റ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ 500 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. പിന്നെ അത്യാവശ്യം സ്ട്രോങ് ആയ രീതിയിലാണ്, കാരണം തീരെ ഞാൻ ലോക്കലായിട്ടൊന്നും ചെയ്തിട്ടില്ല. പൈപ്പൊക്കെ അത്യാവശ്യം അടുപ്പിച്ച് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വലിവൊക്കെ നമ്മൾ പരമാവധി ടൈറ്റ് വലിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ചെറിയ ചുളുക്കുണ്ട്, എന്നാലും നമ്മൾ പരമാവധി ടൈറ്റ് വലിക്കാൻ പറ്റുന്നത്രയും വലിച്ചിട്ടുണ്ട്. ഇവർക്ക് കണ്ടിട്ട് പലരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇത്രയും വലിച്ചത് പല സ്ഥലത്തെ കണ്ടിട്ടുള്ളതും ഇതിനെക്കാട്ടും നല്ലോണം നിങ്ങൾ വലിച്ചിട്ടുണ്ടെന്നൊക്കെ ഉള്ള അഭിപ്രായം ഇത് കണ്ടവരും ഒക്കെ നമ്മളോട് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വലി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അതോ ഇതിനെക്കാട്ടും ഇനി വലിയാനുണ്ടോ, പണിയെടുത്തവരും അതുപോലെ തന്നെ ഇത് ഉള്ളവരും ഒന്ന് അനുഭവങ്ങളൊന്ന് പങ്കുവെക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇത് ചെയ്തതിലുള്ള മിസ്റ്റേക്കുകൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. പിന്നെ ഇവിടെ ഒരു ഡോർ അടിച്ച് വെച്ചിട്ടുണ്ട്. ഡോറ് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല, ലോക്കൊന്നും കൊടുക്കുന്നില്ല. നമ്മൾ പുറത്തൊരു ഇത് വെച്ചിട്ട് എടുക്കുമായിരുന്നു. കാരണം കറക്റ്റ് കവർ ചെയ്യുന്ന രീതിയിൽ. കാരണം ഡോറ് വെച്ചില്ലെങ്കിൽ വെറുതെ ഈ ഷീറ്റ് താത്തിയിട്ട് കഴിഞ്ഞാൽ വെള്ളം കയറാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ ഫ്രെയിം അടിച്ചിട്ട് തന്നെയാണ് ഡോറും കൂടി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളാണ്, ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര ചൂടാണ്. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ നമ്മൾ കയറി ഒരു 2 മിനിറ്റ് നിൽക്കുമ്പോഴത്തേക്കും തന്നെ നമ്മൾ പുഴുങ്ങിയെടുക്കുന്ന അവസ്ഥയായിരിക്കും, ആവിക്ക് വെച്ച ഒരവസ്ഥയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങും. പിന്നെ ഇതുപോലെയുള്ള ഇതിനകത്ത് ഉണങ്ങിക്കഴിഞ്ഞാലുള്ള മറ്റൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടയ്ക്കയുടെ കളറ് ഫെയ്ഡ് ആവില്ല, ഈ കറുത്ത് പോകുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ അടയ്ക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കിലോയ്ക്ക് നല്ല വ്യത്യാസമില്ലേ, നല്ല കളറുള്ള അടയ്ക്കയും കളറില്ലാത്ത അടയ്ക്കൊക്കെ.
ഇത് ഒറ്റ വർഷം കൊണ്ട് തന്നെ നമ്മുടെ 1-2 വർഷം കൊണ്ട് തന്നെ നമ്മുടെ അടക്കയുടെ ഈ സംഭവം ചെയ്തതിൻ്റെ പൈസ നമുക്ക് ആ പൈസയിൽ തന്നെ മുതലാവും. പിന്നെ ഉണക്കലിൻ്റെ സ്പീഡ്, പണി, ഇടയ്ക്കിടയ്ക്ക് എടുത്തു വെക്കലൊക്കെ ഭയങ്കര ലാഭമുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ഉപകാരപ്പെടും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലുള്ള വെൽഡിംഗ് വർക്കിൻ്റെ ഒത്തിരി വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വർക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വർക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഇതുപോലുള്ള വർക്കുകൾക്ക് വേണ്ടി നമ്മൾ കോൺടാക്ട് ചെയ്യാം. നമ്മൾ കണ്ണൂർ ജില്ലയിലാണ്, മറ്റ് ജില്ലകളിൽ അധികം നമ്മൾ വർക്ക് ചെയ്യുന്നില്ല. കണ്ണൂർ ജില്ലയിൽ ഒട്ടുമിക്ക സ്ഥലത്തും തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്.